ശിഷ്യന്മാരായത് നിങ്ങളുടെ വീടാണ്. ഈശോയുടെ വീട് മക്കളുടെ വീടാണ്. എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. നിങ്ങളുടെ സ്വന്തം വീടാണ്. സ്വന്തം വീട്ടിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? നിങ്ങളുടെ സ്വന്തം വീടാണ്. എപ്പോൾ വേണമെങ്കിലും കൂടെ വരാം. നിങ്ങൾ തന്നെയാണ്. ഏറ്റവും വളരെ വലിയ സന്തോഷം, ഇന്നത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആദരണീയനായ നമ്മുടെ ദയാൾ അണ്ണനെ ഇന്ന് കോട്ടയം ബ്രഹ്മകുമാരീസ് വെച്ചിട്ട് അവാർഡ് ലഭിച്ചതിന് ആദരിക്കുകയാണ്. കേരള ഗവൺമെൻറ് അദ്ദേഹത്തിനെ ഫോറസ്റ്റ്മാൻ ഓഫ് കേരള എന്ന അവാർഡ് നൽകി ആദരിച്ചു. ബ്രഹ്മകുമാരീസ് അദ്ദേഹത്തിന് മാനവ വംശത്തിൻ്റെ രക്ഷകൻ എന്ന ആപ്റ്റായിട്ടുള്ള അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനത്തിന് അനുയോജ്യമായിട്ടുള്ള ടൈറ്റിൽ അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 അവാർഡിനും അദ്ദേഹത്തിന് അനുമോദനം നൽകുക എന്നതാണ് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ കാര്യം. എല്ലാ മാസവും 2ാമത്തെ വെള്ളിയാഴ്ച ദയാളണ്ണൻ്റെ ക്ലാസ്സും സേവനവും കോട്ടയംകാർക്ക് ലഭിക്കുമെന്നതാണ്. എല്ലാ മാസവും അത് ലഭിക്കും എന്നാണ് 3ാമത്തെ ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള കാര്യം. ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്ന് ഈ പരിപാടിക്ക് വന്നിരിക്കുന്ന ദയാളണ്ണനെയും സഹധർമ്മിണി അവർകളെയും നിങ്ങളെല്ലാവരും പേരിലും ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ കോട്ടയം ശാഖയുടെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. യുവജനത്തിന്റെ ഉത്സാഹവും സത്യസന്ധതയും ആത്മവിശ്വാസവും ചേർത്ത് മുന്നോട്ട് പോകുന്ന നേതാവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ സാറിനെയും ഈ അനുമോദന ചടങ്ങിൽ സ്വാഗതം ചെയ്യുകയാണ്. പുഷ്പം നൽകി സ്വാഗതം ചെയ്യുന്നു. ഒരു 5 നിമിഷം മനസ്സിനെ ധ്യാനഭരിതമാക്കാം. എല്ലാവരും ശാന്തമായിട്ട് നട്ടെന്ന് നിവർന്ന് കൈകാലുകൾ അയച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. സിസ്റ്റർ നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. ശാന്തിയാകുന്ന ഊർജം പ്രകാശ കിരണങ്ങളായി ഇപ്പോൾ എന്നിലേക്ക് വർഷിക്കുന്നു. എൻ്റെ ശിരസിലും കണ്ണിലും തോളിലും ചെവികളിലും മടിയിലും കൈകളിലുമെല്ലാം പരമമായ ശാന്തിയുടെ പരമാത്മ പ്രകാശം പതിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു. ഈശ്വരീയ പ്രകാശം ദേഹത്തിന്റെ ഓരോ സെല്ലിലും പ്രവേശിച്ച് സമ്പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യും. പരമമായ പരമാത്മ പ്രകാശം ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിനെ ഗഹനമായി ശാന്തി അനുഭവിപ്പിക്കുന്നു. വലിയൊരു പ്രവർത്തനം അവിടെ നിന്ന് തുടങ്ങി ലോകം മൊത്തം വ്യാപിച്ച് അത് ദൈവത്തിന്റെ സ്നേഹം. ദൈവം നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കുന്ന മനുഷ്യരിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ സ്നേഹം ഉത്ഭവിച്ചിട്ടുണ്ട്. ആ ഉത്ഭവം ഓരോ സ്ഥലത്തും തുടങ്ങി ലോകത്തിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് എത്തി നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം, ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന സ്നേഹം, ആ സ്നേഹം മൗണ്ട് അബൂവിൽ ഉത്ഭവിച്ച് പല ഭാഗത്തേക്കും ഈ തരത്തിൽ പോകും. മനുഷ്യർക്ക് പല കാര്യങ്ങൾ ആവശ്യമാണ്. ആ ആവശ്യത്തിൽ ഒന്ന് ഈ ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി എന്ന്. സ്പിരിച്വാലിറ്റിയിൽ തന്നെ അതിൻ്റെ റിലീജിയസ് ആസ്പെക്റ്റും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക മൈൻഡ് സെറ്റ് മാറ്റുന്ന ഇതേപോലെ പ്രാക്ടീസസും ഉണ്ട്. രണ്ടും ആവശ്യം. ഏത് മതം എടുത്താലും രണ്ടുമുണ്ട്. അതുകൊണ്ട് വലിയൊരു പ്രവർത്തനമാണ് ഡോക്ടർ ബഹുമാനിസ് കാഴ്ചവെക്കുന്നത്. ലോകം മുഴുവൻ ഡോക്ടർ ബഹുമാനിസ് ചെന്ന് അവിടെ ആ സ്നേഹം
പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ആദരണീയനായ MLA അവർ ഇലക്ഷൻ സേവനത്തിന് വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ ഒരു ഭഗവാന്റെ ബ്ലെസ്സിങ്ങോട് കൂടി നമുക്ക് യാത്ര അയക്കാം. യുവർ ഇന്നർ പവർ ബിക്കംസ് എ സോഴ്സ് ടു സപ്പോർട്ട് ഫോർ ദോസ് ഹു ആർ ഇൻ നീഡ്. വെരി ഗുഡ്. യുവർ ഇന്നർ പവർ ബിക്കംസ് എ സോഴ്സ് ടു സപ്പോർട്ട് ഫോർ ദോസ് ഹു ആർ ഇൻ നീഡ്. വെരി ഗുഡ്. നന്നായിട്ട് സേവനം ചെയ്യാൻ കഴിയട്ടെ. ഇന്നും ഇന്നലെയുള്ള പരിചയമല്ല. കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോഴേ അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞു, എന്നെ പെട്ടെന്ന് കണ്ട് മനസ്സിലായില്ല. അപ്പൊ അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നർഗീസ് ടീച്ചറാണല്ലോ അത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അതുപോലെ അണ്ണൻ 1996 മുതലുള്ള പരിചയമുണ്ട്. ഞാൻ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളും പ്രവർത്തനങ്ങളും നടത്തിയത് അണ്ണനെ വെച്ചായിരുന്നു. അതിനു മുമ്പേ ഞങ്ങൾക്ക് ഈ ഒരേ ഭൂമി ഒരേ ജീവൻ എന്ന് പറയുന്ന ഒരു സംഘടനയും അതുപോലെ തന്നെ ജൈവ കൃഷി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അണ്ണൻ എന്നെ കൈകൊണ്ട് സ്റ്റേറ്റ് ലെവലിലേക്ക് പൊക്കിക്കൊണ്ടുവന്നാണ്. അതിപ്പോഴും ഞാൻ ആ സ്റ്റേറ്റ് ലെവലിൽ തന്നെയാണ് ജൈവ കൃഷിയിലും അതുപോലെ തന്നെ ഒരേ ഭൂമി ഒരേ ജീവന്റെ മാനേജിംഗ് ഡയറക്ടറും ഒക്കെ ആയിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ദയാൽ സാറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സദാനന്ദൻ സാർ. എത്രയോ ആൾക്കാർ ഈ ജൈവ കൃഷി സ്വന്തം ജീവിത മാർഗമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് തൊഴിലായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്ത് മാതൃകയായി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ദയാൽ സാറിന്റെ ഒരു സങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണെന്ന് പറയാം. പക്ഷേ ആദ്യമായിട്ട് സാർ ഇറങ്ങി തിരിച്ചത് പ്രകൃതിയെ അല്ലെങ്കിൽ വനത്തെ പറ്റി പഠിക്കാനാണ്. ജോൺ സി ജേക്കബ് സാറിന്റെ ക്യാമ്പിലൂടെ സാറ് മക്കളുമായി പോയി അവിടെ ക്യാമ്പ് അറ്റൻഡ് ചെയ്ത കഥകളൊക്കെ സാർ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ ഒരു പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിതം ആരംഭിച്ച സമയത്ത് തന്നെയാണ് സാറ് CRR വർമ്മ എന്ന് പറഞ്ഞ വർമാജിയെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തിലൂടെ ഈ പ്രകൃതിജീവൻ എന്നുള്ള ആശയത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. പ്രകൃതിജീവനം നമുക്കറിയാം, നല്ല ആഹാരം കഴിക്കണം എന്നുള്ളത്. പക്ഷെ ഈ നല്ല ആഹാരം എവിടെ നിന്നുണ്ടാകും എന്നുള്ളതിനെ പറ്റിയുള്ള ചിന്തയാണ് സാറിനെ ജൈവ കൃഷിയിലേക്ക് തിരിച്ചത്. അപ്പോൾ പ്രകൃതിജീവനത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് നല്ല ആഹാരം, അതിൽ ജൈവ കൃഷി തന്നെ വേണം. അതിനുവേണ്ടി മാക്സിമം പ്രചരിപ്പിക്കുക. അതാണ് സാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത്. അതിന് ഈ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ സാറിന്റെ ഒരു മേഖല എന്ന് പറയുന്നത് വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കോഴ്സ് സാറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല സെന്റേഴ്സിലും എറണാകുളം, ആലപ്പുഴ, കോട്ടയം ഇങ്ങനെയുള്ള കുറെ സെന്റേഴ്സിൽ വാനപ്രസ്ഥം കോഴ്സ് നടക്കുന്നുണ്ട്. 20 ക്ലാസ്സിൽ സാറ് ഇന്ന് വരെ മനസ്സിലാക്കിയ മുഴുവൻ കാര്യങ്ങൾ സംക്ഷിപ്തമായിട്ട് 20 ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന കോഴ്സ്. അതിൽ കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പ്രകൃതിയെ പറ്റി, പരിസ്ഥിതിയെ പറ്റി, അതുപോലെ തന്നെ പ്രകൃതി ജീവനത്തെ പറ്റി, ജൈവ കൃഷിയെ പറ്റി, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ പ്രകൃതി ജീവനക്കാർക്ക് എങ്ങനെയാണ് ചികിത്സ നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് എന്നുൾപ്പെടെയുള്ള യോഗ, സാറിൻ്റെതായ എക്സസൈസുകൾ, അങ്ങനെ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ വാനപ്രസ്ഥം കോഴ്സിലൂടെ സാറ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ അവന്റെ അന്വേഷണത്തിൽ പെടുന്ന ഒന്നാണ് ആരാണ് നീ, അല്ലെങ്കിൽ ആരാണ് ഞാൻ, എന്താണ് ജീവിതം, ആത്യന്തികമായി ഇതിന്റെ ലക്ഷ്യം എന്താണ്. എല്ലാവരും അവരവരുടേതായ രീതിയിൽ തലത്തിൽ അറിവ് വച്ചിട്ട് ഇത് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഗുരുവിന്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. അത്തരത്തിൽ ആത്മാനുഭവത്തിന്, നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ കാണുന്നതിന്, മനസ്സിനെ സന്തുലിതമാക്കുന്നതിന്, അത് കൃത്യമാക്കുന്നതിന് അതിന് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇതൊരു ചരിത്ര നിയോഗമാണ്. 2 നക്ഷത്രങ്ങൾ കണ്ടുമുട്ടിയെന്ന് പാട്ടിൽ എന്ന് പറയുന്നത് പോലെ 2 മഹാപ്രസ്ഥാനങ്ങൾ. സാറൊരു വ്യക്തിയൊന്നുമല്ല കേട്ടോ, സാറൊരു പ്രസ്ഥാനമാണ്, സാറൊരു സാന്നിധ്യമാണ്. ഹി ഈസ് നോട്ട് എ പേഴ്സൺ, ഹി ഈസ് എ പ്രസൻസ്. ഇപ്പൊ 2 സാന്നിധ്യങ്ങൾ ഇങ്ങനെ ശബ്ദവും ബഹളവും ഒന്നുമില്ല, വളരെ സമാധാനത്തിൽ, ഇങ്ങനെ ആർക്കും അങ്ങനെ ബഹളമൊന്നുമില്ല, വളരെ സമാധാനത്തിൽ അവരിങ്ങനെ അവരുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോയിരിക്കുന്ന സമയത്താണ് ഈ 2 കൂട്ടരും കൂടെ ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ സംയോഗത്തിന് സുപ്രജകളെ ഈ നാടിന് സമ്മാനിക്കാൻ കഴിയട്ടെ എന്ന് വളരെ
ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണ്. ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കോഴ്സിലൂടെ, യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിലൂടെയൊക്കെ പഠിച്ചു വന്നപ്പോൾ മനസ്സിലാകുന്നത് നമ്മൾ കർമ്മനിരതരായി, ധർമ്മനിഷ്ഠരായി, കർമ്മനിരതരായി, ആനന്ദത്തിലേക്ക് ആനയിക്കുന്ന മനുഷ്യരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജ് ഒന്ന് മാറണം. നമ്മുടെ മുഖപടം ഒക്കെ ഒന്ന് അഴിച്ചു മാറ്റി സ്വയം നമ്മൾ മാറ്റത്തിന് വിധേയമാകാതെ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ആ സത്യം നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന മൗണ്ട് അബുവിൽ പോയി വന്നിട്ടുള്ള സാറിന്റെ കൂടെ ഇപ്പം മൗണ്ട് അബുവിൽ പോയി എത്തിയിട്ടുള്ളവർക്ക് ആർക്കെങ്കിലും വില്ലിംഗ് ആണെങ്കിൽ വന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. ഈ യാത്ര തുടങ്ങിയ സമയം മുതൽ അവിടെ ചെന്ന് തിരികെത്തുന്നവരെ ഞങ്ങൾ വേറെ ലോകത്തായിരുന്നു. ഒരു കുടുംബം പോലെ ഞങ്ങളെ അവര് കരുതി വേണ്ട എല്ലാ സാഹചര്യങ്ങളും, അക്കോമഡേഷൻ ആണെങ്കിലും ഫുഡാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളും ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അവിടെ ചെല്ലുക, അവരുടെ വണ്ടി വരുന്നു, ഞങ്ങളെ കൊണ്ടുപോകുന്നു. ഇത്രയും ഒരു തിരക്കുള്ള വേദി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 25,000-30,000 പേര് ഒരുമിച്ചിരിക്കുന്ന ഒരു ഹാളില് ഞങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ട് പങ്കെടുക്കാൻ പറ്റും. അതായത് അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. ഇത്രയും ആൾക്കാർ ഉണ്ടെങ്കിലും ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മളങ്ങ് ചെല്ലുന്നു, കസേരകൾ അവിടെ നമ്മൾ ആനയിച്ചിരുത്തുകയാണ്. നമ്മളൊന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ധ്യാനത്തിലാണെങ്കിലും ഈ അവാർഡ് ദാന ചടങ്ങിലാണെങ്കിലും എല്ലാം വളരെ ഭംഗിയായി ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. അതിന് പങ്കെടുക്കുമ്പോൾ പ്രത്യേകം നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഐക്യവും വിശ്വാസവും സുസ്ഥിരമാക്കിയിടുന്ന ആഗോള ഉച്ചകോടി ഒരുങ്ങും വേദിങ്കൽ ബ്രഹ്മകുമാരി എന്നൊരു ആത്മീയ പ്രസ്ഥാനത്തിൽ ഗുരുവിന്റെ പുരസ്കാരം സ്വീകരിക്കാൻ പോയി. ഗുരുവിന്റെ പുരസ്കാരം സ്വീകരിക്കാൻ പോയി. ആരവല്ലി മലനിരയിൽ മൗണ്ട് അബു ആസ്ഥാനത്ത് ശാന്തിഗീതം ഉരുവിട്ട് ധ്യാനവും ചെയ്തു. ശാന്തിഗീതം ഉരുവിട്ട് ധ്യാനവും ചെയ്തു. സേവന സന്നദ്ധരായ അനേകരുടെ സേവനം കൊണ്ട് തന്നെയാണ് അവിടെ ഓരോ കാര്യങ്ങളും നടന്നു പോകുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിസ്വാർത്ഥമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവര്, വിളമ്പുന്നവര്, പാത്രം കഴുകുന്നവര്, അങ്ങനെ എത്രയോ സേവന സന്നദ്ധരായ വ്യക്തികളാണ്. ദയാൽ സാറിന് ഒരു ആശയമുണ്ട്, ഡിവൈൻ മദർ എന്ന് പറഞ്ഞൊരു ആശയമുണ്ട്. അതായത് ഒരു അമ്മയിൽ തുടങ്ങണം, ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം അമ്മയിൽ നിന്ന് തുടങ്ങണം എന്നുള്ള ഒരു ആശയം സാറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ബ്രഹ്മകുമാരീസും അത് തന്നെയാണ് പ്രാവർത്തികമാക്കുന്നത്. അവിടെയും പ്രവർത്തിക്കുന്നത് അധികവും ബ്രഹ്മകുമാരിമാരാണ് കൂടുതൽ. സ്ത്രീകൾക്കാണ് അവിടെ പ്രാധാന്യം. നമ്മുടെ സംസ്കാരം അങ്ങനെ തന്നെ ഉള്ള ഒരു സംസ്കാരമാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരാണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, സ്ത്രീകളുടെ പേരിലാണ് അവിടുത്തെ വീരപുരുഷന്മാരെല്ലാം ദൈവങ്ങൾ പോലും അറിയപ്പെടുന്നത്. ലക്ഷ്മിപതി, പാർവതിപതി, അഞ്ജനാസുതൻ, യശോദാനന്ദനൻ, ഇങ്ങനെ പുരുഷന്മാർ അറിയപ്പെടുന്ന സ്ത്രീകളുടെ പേരിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളിൽ നിന്ന് വേണം നമ്മുടെ സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ള തുടക്കം കുറിക്കേണ്ടത്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ നശിച്ചാല് ആ കുലം തന്നെ നശിക്കും. അതുകൊണ്ട് എല്ലാം തുടക്കം കുറിക്കേണ്ടത് സ്ത്രീയിൽ നിന്നാണ്. സ്ത്രീ നന്നായാൽ ആ കുലം നന്നായി. അപ്പോ ആ ഒരു ആശയം സമാനമായി ചിന്തിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് ദയാൽ സാറും ബ്രഹ്മകുമാരീസും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ സാധിച്ചാൽ, ഞാൻ എൻ്റെ അനുഭവം എന്താ പറയുന്നത്, നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ അത് സംഭവിക്കാറുണ്ട്. ബ്രഹ്മകുമാരീസിൻ്റെ 2-3 എന്താ പറയുക എക്സിബിഷൻ കൗണ്ടേഴ്സ് എറണാകുളത്തേക്ക് വെച്ച് നടന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവരുടെ ആ ഒരു വിവരണങ്ങൾ, അവരുടെ ആ ഒരു പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്ന് മൗണ്ട് അബു വരെ എത്തണം എന്നുള്ളത്.
യാത്ര വളരെ എന്താ പറയുക, അങ്ങോട്ട് പോകുന്ന യാത്ര വളരെയധികം ഭംഗിയായിട്ട് നടന്നു. എല്ലാം വേണു സാറ് പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഞാൻ പല ആശ്രമങ്ങളിൽ പോയിട്ടും പല ആശ്രമങ്ങളിൽ താമസിച്ചിട്ടും ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം അതേപടി നടക്കേണ്ട സമയത്ത് ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു. ഇത്രയും ആളുകൾ ഒരുമിച്ചിട്ടുള്ള ഒരു സദസ്സ് ഞാൻ കണ്ടിട്ടില്ല. ആശ്രമങ്ങളിൽ വളരെ ഭംഗിയായിട്ടൊക്കെ നടക്കുന്നത് കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ജേതവനയിലെ ആനന്ദബോധിക്കും അനുരാധപുരത്തെ ജയശ്രീ മഹാബോധിക്കും പ്രപിതാമഹൻ. പുഴയും കടന്ന് അന്യദേശങ്ങളിലും അവയുടെ തരുശാഖികൾ സന്താന വൃക്ഷങ്ങളായി വളർന്ന് വംശ പരമ്പര നിലനിർത്തുന്നുണ്ട്. ഇപ്പോഴും മഹാബോധി ഒരു വൃക്ഷമുത്തച്ഛനാണ്. മഹാബോധി ഒരു ജ്ഞാനവൃക്ഷമാണ്. വേരുപടലങ്ങളാൽ ആത്മാവിന്റെ ആഴക്കിണറ്റിലെ തീർത്ഥജലം കോരിയെടുത്തും ചില്ലകളാൽ ചിതാകാശ വിസ്മൃതിയിൽ പടർന്നും വിടർന്നും ഇടതൂർന്നും പ്രകാശത്തെ ചേർത്ത് വെച്ചും സ്ഫുടം ചെയ്തും നിറച്ചു വെക്കുന്നുണ്ട് ഭദ്രമായി ജ്ഞാനത്തിന്റെ അമൃത കലശങ്ങൾ. മഹാബോധി ഒരു ജ്ഞാനവൃക്ഷമാകുന്നു. സാറിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒത്തിരി പേരുണ്ട്. സാറിന്റെ ആശയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിരന്തരം ചിന്തയിലും പ്രവൃത്തിയിലും ഒരേപോലെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് സാറിന്റെ ജീവിതത്തില് പല ഘട്ടങ്ങളില് ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി വഴിത്തിരിവുകൾ. അപ്പോ ഇന്നത്തെ ഈ സാഹചര്യത്തില് ഇന്ന് സാറിന് കിട്ടിയിരിക്കുന്ന ഈ അവാർഡ് എത്രത്തോളം പ്രാധാന്യമുള്ളത് ആണെന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അന്നത്തെ ആ ഒരു അവാർഡും അതിന് ഒരുമിച്ച് കൂടെ പോയി അത്തരം ഒരു ചിന്ത സാറില് ഉണ്ടാക്കാനായിട്ട് പ്രേരിപ്പിച്ച നന്മയുള്ള മനസ്സുകൾക്കുമാണ്. അപ്പൊ അതിലൊരു വലിയ പങ്കാണ്. നമുക്കറിയാം അന്നത്തെ ചടങ്ങില് വളരെ നന്മയുള്ള പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒത്തിരി തൂവെള്ള വസ്ത്രങ്ങളിട്ട മനസ്സുകളുണ്ടായിരുന്നു. അതിന് സാഹചര്യം ഒരുക്കി. അതോടൊപ്പം കൂട്ടത്തില് നമ്മളുടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഗോത്ര സമൂഹമായിരുന്നപ്പോൾ ഗദയും വാളും അമ്പുമില്ലും ആയിരുന്നുവെങ്കിൽ ആയുധം മാറി എന്ന് മാത്രമേ ഉള്ളൂ. യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് ഇന്ന് നടക്കുന്നു. തീവ്രവാദം നടക്കുന്നു. ചൂഷണം നടക്കുന്നു. ഇത് മൂന്നും കടുത്ത മാനസിക രോഗമാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിയേണ്ട സമയമാണ്. ഇതൊരു മാനസിക രോഗമാണ്. ഈ മാനസിക രോഗത്തിന് പരിഹാരം ധ്യാനമല്ലാതെ വേറെ ഒന്നുമില്ല. അതാണ് വിശ്വവിദ്യാലയം, ഈശ്വരീയ വിശ്വവിദ്യാലയം നമുക്ക് തരുന്ന സന്ദേശം. ധ്യാനത്തിലൂടെ ഞാൻ നോക്കി അവിടെ ഒന്നും കാണാനില്ല. പക്ഷെ ആകെപ്പാടുള്ളത് കുറെ ക്ലാസും ധ്യാനവും. പക്ഷെ എത്രയോ മനുഷ്യരെ സ്വാധീനിച്ച് 147 രാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. അവർക്ക് മാത്രമേ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സാമൂഹ്യ മാറ്റം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ, വീക്ഷണത്തിൽ, സമീപനത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാവാതെ സാമൂഹ്യ മാറ്റം സാധ്യമല്ല. അത് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഗുരു എന്നേ മനസ്സിലാക്കി അതിനെ ഏൽപ്പിച്ചു കൊടുത്തതാണ്. സ്ത്രീകളുടെ കൈകളിലാണ് ആ പ്രസ്ഥാനം കൊടുത്തത്. പുലർകാലസുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പുലർകാലസുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണ ചിറകുമായി പാറി. പുലകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. അതായത് ഇവിടെ ബ്രഹ്മകുമാരീസും ദയാസാറും ചെയ്യുന്നത് കേട്ടോ. യോഗനാസികയുമാപ്പരെ കരുതിയാർദ്രമായൊരിരുമിഴികളും ചന്ദ്രശേഖര വെളിഞ്ഞു കാണണം അന്തികേ
നമ സദാശിവ. ഒരു നേരമെങ്കിലും കാണാതെ വൈകന്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം